കുറച്ച് സങ്കടത്തിൽ ഇവൻ ക്ലാസ്സിലേക്ക് പോണത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വീണപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ ഒരിഞ്ഞിട്ടുണ്ട്. അതിനിതേ കടയിൽ കയറിയപ്പോൾ അവൻ ബാൻഡേജൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. തനിയെ ഒട്ടിച്ചാണ് വെച്ചേക്കണത്. വെച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ദേ അവന് കൈ പൊക്കാൻ പറ്റുന്നില്ലെന്നാണ് കേട്ടോ പറയണത്. അമ്മ ഇതെന്താ എൻ്റെ കൈ പൊക്കാൻ പറ്റാത്തതെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അങ്ങനെ ദേ പറഞ്ഞ് നിന്നപ്പോൾ തന്നെ ദേ സ്കൂൾ ബസ് വന്ന് ആൾ കയറിപ്പോയിട്ടാ. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ ദേ വാവ എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനാണെങ്കിൽ റെഡിയാക്കി നിർത്തി അപ്പം തന്നെ അംഗനവാടിയിലേക്ക് പോകണം. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാ നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോകുവാണ് കേട്ടോ. ഇനി അമ്മ പോയിക്കോ എന്ന് പറഞ്ഞത് എന്നെ പറഞ്ഞു വിട്ട്. അങ്ങനെ ഞാൻ ചേട്ടനും കൂടി അത് കഴിഞ്ഞപ്പോൾ ഒന്ന് മട്ടാഞ്ചേരി പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ മനസ്സിന് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ കുരിശി തൊട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ദേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. ആദ്യം ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മഴ മാറിനെ നോക്കി നിന്നപ്പോൾ ഞാൻ ദേ 2 മിഠായും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പഴയ മിഠായിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.